സൗണ്ട് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേനീച്ചകളെ സ്നേഹിക്കുന്ന, തേനീച്ചകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തേനീച്ചകളുടെ ഒരു സ്വഭാവത്തെ പറ്റിയും അതിൻ്റെ കൂട് നിലനിർത്തുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒറ്റപ്പാലത്തുള്ള ചെനക്കത്തൂർ കാവിനടുത്തുള്ള ശേഖര മേനോൻ സാറിൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ തേനീച്ച കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉണ്ണികൃഷ്ണേട്ടാ, ഇന്നിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ഒരു കൂടിനെ 2 കൂടാക്കി മാറ്റുന്നു. അത് അവർ കുറേ കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് തന്നെ അവർ പിരിഞ്ഞു പോകും. ഒരു ഇത് കാരണം അവരെ നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ മാത്രം, ഈ സീസണിൽ മാത്രം അവർ ഇവിടെയൊക്കെ മറ്റേ മഴയൊക്കെ പോയി ഈ ഭക്ഷണമൊക്കെ കിട്ടാൻ തുടങ്ങി അവർ വേഗം നമുക്കൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു കുടുംബം കൂടി ഉണ്ടാക്കുന്ന സമയമാണ് ഇപ്പോൾ. ഒക്ടോബർ, സെപ്റ്റംബർ, ആഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ അവരെ പങ്കിടും. 2 ഭാഗമാക്കി കഴിഞ്ഞാൽ അവർ പോവില്ല, നമുക്കൊരു കൂട് വേറെ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ മൂപ്പർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ റാണി ഉള്ള ഇത് കൊടുക്കും. ഞാൻ റാണി കണ്ടിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ എടുക്കണത് അതിലത്തെ റാണിയെ കണ്ടിട്ട് ഇതിനെ മാറ്റാണ്. ഇങ്ങനത്തെ എത്ര കൂടുണ്ട് ഇവിടെ? ഇവർക്ക് 2 കൂടേ ഉള്ളൂ. ഇവർക്ക് ഒരു കൂടായിരുന്നു, അപ്പൊ ഞാൻ 2 ആക്കി കൊടുത്ത. ഇപ്പൊ നമ്മള് റാണിയെ കണ്ടുപിടിച്ചിട്ട് കൂട് പകർത്താൻ പോകും. പകർത്താണെന്ന മലയാളം അങ്ങനെ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് നോക്കും അവരെങ്ങനെ ഇരിക്കുന്നു, എത്ര ഈച്ചകളുണ്ട്, എന്തൊക്കെ പരിപാടി ഇതിരിക്കും, അങ്ങനെ ഒന്ന് നോക്കും. നോക്കിയിട്ട് ഇത് അതിലേക്ക് കണക്ഷൻ ഉണ്ടോ, അതിൽ പൊട്ടിച്ചിട്ടുണ്ടാവും, അതിൽ മുട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതൊന്ന് നോക്കും. വേറെടുത്തു കുത്തില്ല, അതൊക്കെ നമ്മൾ ഒരു ഇങ്ങനെയാണ് കീപ്പിട്ട. ശരിക്കും നമ്മുടെ കൂട് ഇങ്ങനെയാണ് നിരക്കുക, അതിൽ പോകണം. അതാണ് അതിൻ്റെ ഇത് ഉണ്ടല്ലേ, ഇങ്ങനെ ആക്കിയാൽ പോകണം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അതിനതിൽ കൂട്ടിയിട്ടുണ്ടാവും അവർ. ഇത് കുറച്ചും കൂടി മാറ്റി വെക്കണം. എന്താ വെച്ചാൽ ഇവർ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി റാണിയെ നോക്കും. ശരിക്കും സാധാരണ പുകച്ചിരി ഇവരെ ഒരു സമാധാനപ്പെടുത്തിയിട്ടാണ് എടുക്കൽ. അപ്പോൾ ഈ റാണി ചിലപ്പോൾ ഇവരെ എന്തായാലും ഓടി ഒളിപ്പിക്കും. എന്തോ അപകടം വരുന്നുണ്ട് വേണ്ട അങ്ങനെ ഒളിപ്പിക്കും. അപ്പം നമ്മളിങ്ങനെ ആകുമ്പോൾ അവർ ഒളിക്കില്ല. ഒരു ഇതുമില്ല, നമുക്ക് എടുത്ത് നോക്കാം. അപ്പം മെല്ലെ എടുത്ത് നോക്കണം. ഇതാണ് ആണീച്ച. മടിയനീച്ച എന്ന് പറയുന്ന സാധനമാണ്. അത് കാണിച്ചു തരാം. യെല്ലോ കളറിൽ കാണുന്നതാണ് തേനിന്റെ. ഇത് അവരൊക്കെ സമാധി ആയിട്ടുള്ള മുട്ടകളാണ്. ഇതാ ഇന്നിടുന്ന മുട്ട ഇതാണ്. നൂല് കഷ്ണം ഇട്ട് കിടക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ഇന്നിടുന്ന മുട്ടകൾ, നൂലിൻ്റെ കഷ്ണം. ഇതൊക്കെ സമാധി ആയവരോ വിരിക്കാരായവരാണ്. ഇതൊക്കെ വേലക്കാരികളാണ്. ഇതിലിപ്പോൾ റാണിയില്ല. നമ്മൾ എന്തായാലും ഈ അവസാനത്തെ ഈ ലാസ്റ്റ് ഇരിക്കുന്ന അട നമ്മൾ എടുക്കും. അത് നമ്മുടെ പുതിയ ഇതിലേക്ക് കൊണ്ടുപോകാനത് വെക്കും. ഇതിപ്പോൾ നമ്മൾ മാറ്റാൻ പോവുകയാണെ. ഈ റാണി കാണുക നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. വെച്ചോ. ഈ മുകളിലിരിക്കുന്നവരൊക്കെ കുത്താൻ വേണ്ടി കാത്തിരിക്കണം. ഒരാൾ കുത്തി കഴിഞ്ഞാൽ എല്ലാവരും കുത്തും. അവരൊരു മറ്റേ മണം പുറപ്പെടുപ്പിക്കും. അപ്പോൾ റെഡിയായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുത്താൻ വരും. അപകടം വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതാണ്ടാണ്. അപ്പോഴാണ് കുത്തുള്ളൂ. അതുവരെ കുത്തില്ല അവർ. ഇതാണ് കറുത്തതാണ് മടിയനീച്ച എന്ന് പറയും. മടിയനീച്ച വരാൻ തുടങ്ങിയാലാണ് നമ്മൾ പകർത്താറുള്ളൂ. അപ്പോൾ ഇതിൽ റാണിയില്ല. അവർ ശരിക്കും പൊതിഞ്ഞ് നടക്കും, റാണിയെ കാണിക്കാണ്ടിരിക്കാനേ.
ഇല്ല, അത് നമ്മൾക്കിപ്പോൾ ഇതിൽ നല്ല മുട്ട ഇന്നിട്ട മുട്ട അവിടെ വേണം. റാണി ഇതിലുണ്ടെങ്കിൽ ഈ ഫ്രെയിം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഫ്രെയിമൊക്കെ ഇവിടെ വയ്ക്കും. നമുക്ക് റാണിയാണ് ഇപ്പം ഇനി ആവശ്യം. ഒരു കൂട് ഇവിടെ ഓൾറെഡി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്തു. അതാണ് റാണി. വിഘ്നേശ്വരായ കിട്ടി. ഇതാ പോണം. ഇതാ റാണി. കണ്ടോ? റാണി കണ്ടില്ലേ? ഇതാണ്ടല്ലേ റാണി കണ്ടില്ലേ? ഇതാണ്ട് റാണി. ഇതാണ് റാണി. ഇത് നമ്മുടെ കൂട് വിജയിച്ചു. ഈ കൊടുക്കണ ആൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാ റാണിയെ അതിൽ കിട്ടി. ഈ കൊടുത്ത കൂട് ഒരിക്കലും പോവില്ല. കാരണം അവരുടെ അമ്മ കൂടെ ഉണ്ട്. ഇവർക്കാണ് പ്രശ്നം. നമ്മുടെ അമ്മ മരിച്ചു പോയിരിക്കണമെന്ന് ഇവർ തീർച്ചയാക്കും. അപ്പൊ ഇനി റാണി ഇല്ലാണ്ട് പിന്നെ ആ കൂട്ടിൽ കഴിയാൻ പറ്റൂ? ആ റാണി ഇല്ലാണ്ട് ഇവർ ഇന്നും ഒന്നും ചെയ്യില്ല. ഇനി ഉണ്ടാക്കും. അവർ റാണി ഉണ്ടാക്കും. ഇത് ഇവർക്ക് വെക്കും. ഇതിൽ റാണി ഉണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കും. അതും അടച്ചു വയ്ക്കും. അടുത്തോളും. അടപ്പോട് കൂടെ എടുത്തോളൂ. അവർക്ക് നമ്മൾ 3 ഫ്രെയിം കൂടെ വെച്ച് കൊടുക്കും. ശരിക്കും നമ്മൾ എല്ലാ സമയത്തേക്കും ഇതൊക്കെ റെഡിയാക്കിയിട്ട് വെക്കേണ്ടതാണ്. ശരിക്കും ഇത് അതിലും അടിയിലും മുട്ടുന്നുണ്ട്. ഇത് ഇവിടെ കുറച്ച് കളയും വേണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നിരക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്കത് നിരക്കിയെടുക്കുമ്പോൾ അങ്ങനെ 2 ഇതാകുമ്പോഴേക്കും ഈച്ചകൾക്ക് ദേഷ്യം വരും. അപ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ കുത്തും. ആദ്യം മുഖത്ത് കുത്തണം. നമ്മുടെ മൂക്ക് ശ്വാസം വിടുമ്പോഴും കണ്ണിങ്ങനെ ഉമ്മ വെട്ടുമ്പോഴും ആണ് അധികം അവർക്ക് ഇങ്ങനെ കുത്താനുള്ള ഇത് വരുന്നത്. ഇത് നമുക്ക് അതിൻ്റെ അടപ്പ്. ഇനി കയറിട്ട് കെട്ടിയിട്ട് നമുക്കത് കൊണ്ടുപോകാം. അത്രയേ പണിയുള്ളൂ. വെച്ചോളൂ. ഇതെന്തിനാ വെള്ളം? ഇരുമ്പ് കയറാൻ വേണ്ടി തേനുണ്ടാവും. അപ്പോൾ ഇരുമ്പ് കയറിയിട്ട് തേന് കുടിച്ചാൽ അവർ ഇപ്പം അതിൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. കൂടെ നിറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഫുൾ ആൾക്കാരാണ് ഇരുമ്പിനെ അവർ കൊല്ലും. അതിൽ അതിന് കൂടുതൽ ഇതുള്ള ആൾക്കാർ മറ്റേ ഓയിലൊക്കെ വയ്ക്കും. ഓയിലൊക്കെ വെച്ചാൽ ദോഷിച്ചാൽ നമ്മൾ ഈച്ച അഥവാ പെട്ടു വെച്ചാൽ അവർ ചാവും. ഈ പുളിയൻപ് എന്ന് പറഞ്ഞാൽ തന്നെ പറ്റില്ല. ഒരു സാധനം കടിച്ചില്ല. അപ്പോൾ അതിനെതിരെ വല്ല മരത്തിൻ്റെ കൊമ്പൊക്കെ തട്ടി ഇതിലേക്ക് കയറിയിട്ട് അവർ നശിപ്പിക്കും. ഇവർ 3 കിലോമീറ്റർ വരെ പോയിട്ടാണ് തേൻ കൊണ്ടുവരുന്നത്. ഇവർ മറ്റേ വലുത് മലന്തേന് പറഞ്ഞാൽ 5 കിലോമീറ്റർ വരെ പോകും. വലുത് കൂടുതലൊക്കെ കണ്ടിട്ടില്ല അങ്ങനെ വലുതായിട്ട്. പിന്നെ അതൊക്കെ കുത്തി അവരൊരു 10 കുത്തിയാൽ നമുക്ക് മരിക്കാനുള്ളതായി. കാരണം എന്താ വെച്ചാൽ അവർ ഒരു വീഴ്ച 10 പ്രാവശ്യം കുത്തും. ഇത് ഒരു കുത്തിയോട് കൂടെ ഇവൻ മരിക്കും. ഇവർ മരിക്കും. അപ്പോൾ ഇവർ 50 ദിവസം കഴിഞ്ഞവരാണ് കുത്താൻ വരുള്ളൂ. കാരണം കുട്ടികൾ പോകണ്ട, ഞങ്ങൾ പോവാ, ഞങ്ങൾ ഇരുന്നിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കുത്തിയാലത് അത് ചത്തുപോകും. അപ്പൊ നമ്മളിങ്ങനെ പുക കൊടുത്താ ചകിരിയല്ല ശരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ മാതിരി. ഒരു ആൾക്കാർ ചാണകപ്പൊട്ട് ഉണക്കി വെച്ച് വരളി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണക്കി വെച്ചിട്ട് വിരിക്കും. പിന്നെ ചിലവർ ചാണകം എന്തെങ്കിലും ഒരു പുക ഉണ്ടെങ്കിൽ അവർ വേഗം കീപ്പിട്ടറും. അവർ പിന്നെ 16,000 കൃഷ്ണമണിയാണെന്ന് അവർ ഈച്ചയ്ക്ക് പറയണത്. പറയണോ നമുക്കറിയില്ല. അപ്പോൾ ഈ പുക തട്ടിക്കഴിഞ്ഞാൽ അവർ വേഗം കീപ്പിട്ട് കണ്ണിലേക്ക് തട്ടി അവർ പോകും. അത് നമ്മുടെ കയ്യിലും പുക അടിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ഇതായി. നമ്മുടെ കയ്യിലും അവരത് ഒക്കെ ഒരേ ഇതാ വരുന്നത്. ഉപദ്രവിക്കില്ല. അതുപോലെ പെർഫ്യൂം നല്ല പൗഡറൊക്കെ ഇട്ടിട്ട് തൊട്ടിട്ട് അപ്പം കുത്തും. ഇങ്ങനെയുള്ള മണങ്ങളൊന്നും ഇതൊന്നും ഇല്ലെങ്കിൽ അവർ വല്ലാണ്ട് ഉപദ്രവിക്കില്ല. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ബീച്ച് എത്ര സിമ്പിളായിട്ട് എടുത്തു റാണിയെ കണ്ടു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാനടക്കം വളരെ പേടിയോട് മാത്രം കണ്ടിരുന്നു. ഇപ്പൊ കണ്ടില്ലേ റാണിയെ കണ്ടില്ലേ? ഇപ്പൊ നന്നായിട്ട് കണ്ടു. അത്ര ഭാഗ്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഒരു സംശയം ചോദിക്കട്ടെ. ഇതിങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലല്ലേ കൂടിയിരിക്കുന്നത്? അപ്പോൾ മറ്റ് കാക്ക, പരുന്ത് അങ്ങനെയൊക്കെ വന്ന് ഇത് തട്ടിമറിച്ചിടുക? ഇല്ല, ഇതിന് ആരും ഉപദ്രവിക്കില്ല. ഇത് നമ്മുടെ ഈ കാട്ടുപന്നികൾ മാത്രം അവര് തീറ്റ അതിന്റെ അടിയിലുണ്ടെങ്കിൽ മാത്രം നിരക്കുമ്പോൾ തട്ടി മറിഞ്ഞു വെച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ആരും ഉപദ്രവിക്കില്ല. അപ്പൊ ഇവിടത്തെ ഇത് കഴിഞ്ഞു? കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇതിനി കുറച്ച് ദൂരത്ത് കൊണ്ടേക്കണം. അത് എത്രത്തോളം ദൂരത്തുണ്ടെങ്കിൽ അത്രത്തോളം നന്നായി. മൂപ്പരില്ല, ഇത് എന്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കും. കാരണം മൂപ്പർക്ക് അറിയില്ല ഇതിന് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ട്? നാളെ കൊണ്ടുവരാം. ഒറ്റ ദിവസം മതി. അപ്പോഴേക്കും അവർ അമ്മയും മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഈ കൂടുന്ന ആ കൂട്ടിലേക്ക് പോവില്ല. യാതൊരു 2 ദിവസം കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിഞ്ഞാലും മറക്കും. പിന്നെ അവർക്ക് അമ്മതായി. ഇവർ അമ്മ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അവർ ഓരോ അമ്മയെല്ലാം ഉണ്ടാക്കുക. കുറേ അമ്മകളുണ്ടാവും. അപ്പം നമുക്ക് ഇപ്പോൾ ഇവർ കുത്താത്ത ചില കൂട്ട് തുറക്കുമ്പോഴേക്കും ഇതായി നിൽക്കുന്നുണ്ട്. മറ്റേ തെക്കുറ്റിക്കാർ തോക്കെടുക്കണ പോലെ. അപ്പം അങ്ങനത്തെ കൂട് നോക്കിയിട്ട് നമ്മൾ റാണിയെ ഉൽപ്പാദിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഗുണം ഉണ്ടാവും. ഇപ്പോൾ ഇവർ കുത്താത്ത ആൾക്കാരാണെങ്കിൽ ഇതിലത്തെ റാണി തന്നെ ഉണ്ടാക്കാം.
ഇപ്പോൾ ഇവർ ഒരു റാണിയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ, ഓ കുറേ റാണികളുണ്ടാവും. ഇവരെങ്ങനെ ഈ റാണീനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? റാണി തിരഞ്ഞെടുക്കല്ല, റാണി ഞാൻ സെപ്പറേറ്റ് ആണ്. ഇവരുടെ ഇപ്പോൾ സെല്ല് ഇങ്ങനെയല്ലേ, റാണിക്ക് ഇങ്ങനെയാണ്. പശുവിൻ്റെ ഇതുപോലെ ഇങ്ങനെ കീപ്പിട്ടുണ്ടാവും, വലുതായിട്ടുണ്ടാവും, ഉത്തരസുണ്ടാവും. ഇപ്പോൾ കാണിച്ചു തരാം അവിടെ ചെന്ന്. അതിലാണ് റാണികളിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ മുട്ട എവിടെ നിന്ന് എടുത്തോ അതും കൂടി അതിൽ കണക്കാക്കണം. ഇപ്പം ഇങ്ങനെ ഒരു കൂട് പിരിച്ചു കഴിഞ്ഞാൽ എത്ര മാസം എടുക്കും നമുക്ക്, അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും ഒരു തേനായി നമുക്ക്? തേനായി ഒരു 2-3 മാസം കൊണ്ട് ഇതാവും. 3 മാസം നമുക്ക് ഡിസംബറിൽ ശരിക്കും ഇത് എല്ലാം ഫില്ലാവണം, 6 എണ്ണം ഫില്ലാവണം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒക്കെ ആകുമ്പോഴേക്ക് തേനൊക്കെ ആയിക്കൊണ്ട് കെട്ടി കൊടുക്കണം, തിരിച്ച് കെട്ടി കൊടുക്കണം. പുക ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ ഇതാണ് ഇങ്ങനത്തെ വേസ്റ്റിൽ അട ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ. ഇതെന്താ ഈ കൂട് ഇതിന്റെ കഴിഞ്ഞോ? ഇല്ല, ആയിട്ടില്ലേ, എല്ലാം നമുക്ക് ഒപ്പാവില്ലല്ലോ. ഇതുണ്ടല്ലേ, ഉണ്ടോ, ആവണേ ഉള്ളൂ. അതിൽ കണ്ടില്ലേ, മാറ്റി വെച്ചതാണ്. അതെ, ഇതിലുണ്ട് 4 ഫ്രെയിം ആയിട്ടുള്ളൂ. ആ ഫ്രെയിം കേടാണ്, ഈ 3 ഫ്രെയിം ആയിട്ടുള്ളൂ, ഇതാ ഫില്ലായിട്ടുമില്ല. ഈ അട ഇതേപോലെ വേസ്റ്റ് ഉള്ള അട കണ്ടില്ലേ, ഇത് എടുത്തിട്ട് നമ്മൾ മുറിച്ചിട്ട് തേനെടുക്കുന്ന സമയത്ത് ഇതിനെ തിരിച്ച് കെട്ടി കൊടുക്കും ഇങ്ങനെ. ഇതിൽ ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കുള്ളൂ. നമ്മളിപ്പോൾ ആ ഫ്രെയിം അവർ കീപ്പിട്ടാണ് പണി. അപ്പോൾ അത് എടുത്തിട്ട് തിരിച്ച് കട്ടി കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടും. അപ്പോൾ അവർ ഇതിലേക്ക് മുട്ടിക്കും. അപ്പോൾ ഇത് ഫുള്ളാവും. അപ്പോൾ ഫുള്ളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേഴ്സ് പോലെ ആക്കും. ഇവിടെ അങ്ങോട്ട് നിറച്ചിട്ട് തേൻ ഇത് സീൽ ചെയ്തിട്ടുണ്ടാവും. ഈ സീൽ ചെയ്ത ചെയ്യുന്ന നമ്മൾ ആ കത്തി കൊണ്ട് സീല് കളഞ്ഞിട്ട് ഈ 2 പേർ സീല് കണ്ട് മെഷീനിൽ വെച്ച് കറക്കുമ്പോൾ തേന് മുഴുവൻ അതിൽ വീഴും. തിരിച്ചും മറിച്ചും വെച്ചിട്ട് കറക്കും. പിന്നെ അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഗുണച്ചാൽ ഈ അടയ്ക്ക് കേടില്ല, അല്ലെങ്കിൽ അട ഉണ്ടാക്കാനുള്ള ടൈം അവർ എടുക്കേണ്ടി വരും. ഒരു കാരണവശത്താലും ഈ ഫ്രെയിം വയ്ക്കണത് ഇങ്ങനെ വയ്ക്കാൻ പാടില്ല, ഇങ്ങനെ എടുത്തിറക്കണം വെച്ചാൽ അങ്ങനെ തന്നെ വയ്ക്കണം. ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പാടില്ല. എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വ്യത്യാസമായി, എന്തോ അപകടമുണ്ട്. എത്ര കാലമായി ഈ ഒരു മേഖലയ്ക്ക്? ഞാനൊരു 20 കൊല്ലമായിരുന്നു. അപ്പോൾ എത്ര കൂടുണ്ട്? ഒരു 10-50-60 കൂടുണ്ട്. വീട്ടിൽ കുറച്ചേ ഉള്ളൂ. അത് മുനിസിപ്പാലിറ്റിക്കാർ, കൃഷി ഓഫീസർമാർ ഇവരൊക്കെ വരുമ്പോൾ, കോളേജിലത്തെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം 10-20 കൂട്, 10-15 കൂടെ ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ദൂരത്ത് നമ്മൾ കൊണ്ടുവയ്ക്കണം. ശിരുവാണി ഇങ്ങനെ എവിടെയാണ് നമുക്ക് തേന് കിട്ടുന്ന സ്ഥലത്തേക്ക്, മംഗലുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ തേനൊക്കെ എന്ത് ചെയ്യും? തേന് നമ്മൾ പബ്ലിസിറ്റി ഒന്നുമില്ല. ഇവിടെ ആയുർവേദ ഒരു ഇതുണ്ട്. പ്രോഡക്റ്റ് പേരുണ്ടോ ഉണ്ണിയേട്ടൻ്റെ? എന്താണ് പേര്? അക്ഷയ. പൂമ്പടി കൊണ്ടുവരുന്നവരെ കാണിച്ചു. ഇതാ കൊണ്ട് പോയി കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് അവർക്ക് ഇവിടെ ബ്രഷ് വെള്ള കളർ പൂമ്പടി അവിടെ നിന്ന് അടിച്ചുകൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് പരാഗണം നടക്കണമെന്ന് ഇപ്പോൾ മൂപ്പര് പറഞ്ഞില്ലേ. അവിടെ തെങ്ങിന് പോളിനേഷൻ നടക്കണം. അപ്പോൾ 40 അത് നമ്മുടെ നാളികേരമൊക്കെ 60% ഉണ്ടാകുന്ന 20% കൂടുന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പിരിച്ച കൂടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ പിരിച്ച കൂടാണ്. ഇതിൽ 4 ഫ്രെയിമേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുള്ള ഇതാണ് അവർ പുതിയത് പണിയെടുക്കുന്നത്. വൃത്തിയായിട്ടുള്ള ഈ 4 എണ്ണത്തിലും കൂടി ആയാലാണ് അതിന് അട മുറിച്ചിട്ട് മേപ്പെട്ട് കെട്ടുള്ളൂ. ഈ തേനെടുക്കാൻ പാകത്തിൽ പറഞ്ഞില്ലേ നേരത്തെ, തേനെടുക്കണം വെച്ചാൽ അങ്ങനെയാണ് കെട്ടുള്ളൂ. ഇതിപ്പോൾ ഫുള്ള് ഈച്ചയാണ്. നല്ലതാ പൂമ്പടിക്കാരൻ ഒരാളെ ഇറങ്ങിപ്പോയി തേനെ കണ്ടാണ്. ഈ മുകളിലാണ് ഒരു പൂമ്പടിയും ഇതും വയ്ക്കുക, തേനും വയ്ക്കുക. ഇതാണ് പുതിയ അട കെട്ടണുണ്ടല്ലേ, പുതിയ അട. അവർ മുകളിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ പൂമ്പൊടി തേനും വയ്ക്കുള്ളൂ. ഉണ്ടല്ലേ ഈ മുകളിൽ ഉണ്ടല്ലേ. ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ സെല്ലിലും മുട്ടയിടുന്ന സ്ഥലമാണ്. ഇവിടെ മാത്രമേ അത് വയ്ക്കുള്ളൂ. ഇതിപ്പോൾ പണി കഴിയുന്നത് ഫുള്ളായാൽ, ഇത് ആയിട്ടില്ല, പണി ഫുള്ളാകണം. ഇതുപോലെ ഫുള്ളാവും. ഇതും ഫുള്ളായതിന് ശേഷം ഈ 6 ഫുള്ളായതിന് ശേഷമാണ് നമ്മൾ മുറിച്ച് കെട്ടുള്ളൂ. മുറിച്ച് പകുതിയാക്കിയിട്ട് ഇതിലേക്ക് കെട്ടും. അത് കെട്ടിയത് കാണിച്ചു തരാം, പിന്നെ റാണിയും കാണിച്ചു തരാം. കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവർ ശരിക്കും കുത്തണവരാണ്. കുത്തണമെന്താ വെച്ചാൽ റാണിയമ്മ ഇല്ല, അതുകൊണ്ട് വേഗം കുത്തും. ഇതിൽ കണ്ടോ ഇവർ തേന് കണ്ടോ. അപ്പോൾ ഒരു ഫുള്ളുണ്ടായിരുന്ന ഇവർ കുടിച്ച് കഴിക്കും. കണ്ടോ, റാണിയുടെ സെല്ലാണ് ഇപ്പോൾ നോക്കണത്. റാണി സെല്ല് ഇപ്പോൾ അവിടെ പിരിച്ചില്ലേ, നമ്മൾ പിരിച്ചിട്ട് റാണി ഉണ്ടാക്കണത് നമുക്ക് കാണണ്ടേ. അല്ലേ റാണി ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പശുവിൻ്റെ അതുപോലെ കീപ്പിട്ടുണ്ടാക്കുന്നു. ഇതിലത്തെ ഒരു സെല്ല് മുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പം മൂപ്പരുടെ കൂട്ടിൽ കൊണ്ടാക്കിയത്. അതാണ് മുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് മുട്ട എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കണത്. ഏത് ഇതാ കണ്ടാ, ഇത് കണ്ടില്ലേ. അവരൊരു റാണിയെല്ലാം ഉണ്ടാക്കുള്ളൂ പറഞ്ഞില്ലേ ഞാൻ, കണ്ടില്ലേ.
ഏതാ റോയൽ ജെല്ലി? റോയൽ ജെല്ലി അതാണ് ഈ കുഴിയിൽ വെച്ചിറക്കാൻ ലേശം മെഴുക് പോലെ അതാണ്. അപ്പോൾ അതിൽ കാഞ്ഞിട്ടാണ് ഇവരായിപ്പോൾ നിർത്തിയിറക്കാണ് അവർ, പണി നിർത്തി. ഇവർക്ക് ഇത് വിരിക്കും 3 ദിവസം 2 അപ്പോൾ അതൊക്കെ നാളെ മറ്റന്നാൾ വിരിക്കണതാണ്. ഒക്കെ റാണികളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുകൊണ്ടാണ് ഇത്ര അധികം റാണികൾ. അപ്പോൾ നമ്മൾ ഏകദേശം അറിയണം ഇവർ ഏത് മുട്ടെടുത്തിട്ടാണ് ഇത് റാണി. അപ്പോൾ നമുക്ക് ഇതൊന്ന് പറ്റും, ഇതൊന്ന് പറ്റും, ബാക്കി നമ്മൾ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നാളെ വിരിക്കുവാണെന്ന് വെച്ചാൽ ഒന്ന് കൊടുക്കും. ഇതുണ്ടോ ഒറ്റ, ഈ ഒറ്റ അവിടെ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കും. ഇങ്ങനെ മുറിച്ചെടുക്കും, കണ്ടല്ലേ കണ്ടോ? ഇത് മുറിച്ചെടുത്തിട്ട് നമ്മൾ അവരുടെ കൂട്ടിലേക്ക് വയ്ക്കും. അപ്പോൾ അവർക്ക് എന്തായി റാണി ഉണ്ടാക്കേണ്ട ടൈം അവിടെ ലാഭമാവും. അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ഇപ്പോൾ ഇന്നിട്ട മുട്ടയില്ല, ഒക്കെ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ഇട്ടതേ ഉള്ളൂ. 1 ആഴ്ച മുമ്പ് ഇട്ട മുട്ടയാണ് ഇതിലുള്ളൂ. കാരണം അമ്മയോട് കൊണ്ടുപോയല്ലോ, മാറ്റി. ഇതാണ് ഇപ്പോൾ അവർ ഇതൊക്കെ തേന് കാലിയാക്കി നമ്മളിതൊക്കെ വൃത്തിയാക്കുന്നതാണ്. ഇതാണ് മെഴുക് പറഞ്ഞ സാധനം. ഇതൊക്കെ നമ്മൾ എടുത്ത് ഇത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഫ്രെയിം വൃത്തിയാക്കി വെക്കണം. അതല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു പ്രാണി കയറിയിട്ട് അവരെ ഉപദ്രവിക്കാൻ നിൽക്കും. വലിയൊരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ തേനീച്ചകൾ തരുന്നത്. കൂട്ടമായിട്ട് കോളനിയായിട്ട് എങ്ങനെ താമസിക്കാം, സമൂഹമായിട്ട് എങ്ങനെ ജീവിക്കാം, ഓരോരുത്തർക്കും മരണം വരെ ചെയ്യേണ്ട ഓരോ ജോലികൾ വെറുതെ ഇരിക്കരുത്. അങ്ങനെ ഒരുപാട് സത്യസന്ധത എല്ലാം അവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ പണിയെടുക്കാണ്ടിരിക്കണം. അപ്പോൾ 4 മണിയായി അവർ നമ്മൾ ലൈറ്റ് ഇട്ടാൽ വരണതിൻ്റെ ഉദ്ദേശം അതാണ്. ടൈമായി പോയിക്കോളും, വെറുതെ ഇരിക്കേണ്ട, നമുക്ക് തേന് കൊണ്ടുവരാനായി. രാവിലെ വിളിക്കുമ്പോഴേക്കും ഈ കാറ്റത്ത് പൂമ്പൊടി പറന്നു പോകും. അതാണ് രാവിലെ നേരത്തെ നീച്ച് പൂമ്പൊടി പറന്നു പോകുന്നതിന് മുമ്പ് പൂമ്പൊടി കൊണ്ടുവരലാണ്. പിന്നെയാണ് ശേഖരിക്കുള്ളൂ, മറ്റേ തേനൊക്കെ ശേഖരിക്കാൻ പോകുള്ളൂ. ഞാനൊരു ചെറുതേനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ചെറിയ പ്രാണി പോലുള്ള സാധനമാണ് അത്. ദേവനേശൻ സാറ് പണ്ടൊരു മണ്ണുത്തി ഇതിൽ ഒരാളുണ്ട്, ഇതിൽ എന്താ അവർ പറഞ്ഞു 1500-2000 റുപ്യാണ് ഒരു കോളനിക്ക്. കുറച്ച് ഈച്ചും കുറച്ച് മുട്ടകളും തരും. അപ്പോൾ ഇങ്ങനെ ഓരോ പെട്ടിയിലും ഓരോ ഇതിലും തേന്. അപ്പോൾ നമ്മളിതിൽ 150 ഗ്രാം 200 ഗ്രാം തേനേ ഉണ്ടാവുള്ളൂ. നമുക്കിത് പൊന്തിച്ച് നോക്കി അറിയാം. ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ്. ഇതാണ്ടോ, ഇതിപ്പോൾ ഇത് കുറച്ചായി എടുത്തിട്ട് അപ്പോൾ നമുക്ക് തേന് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ, തുമ്പ, മുക്കുറ്റി, തുളസി, തൊട്ടാവാടി, ഒന്ന് പൊതിച്ച് നോക്കൂ. അതാണ് തേനുള്ളതുകൊണ്ടാണ് വെയിറ്റ്. തേന് ഭയങ്കര വെയിറ്റാണ്. ഇതിനടക്കുമ്പോൾ അല്ല, ഇതിനടക്കുമ്പോൾ നമ്മൾ ഇതിലിങ്ങനെ കുറേ മേടും. ഇങ്ങനെ മേടിക്കഴിഞ്ഞാൽ ഒരു സ്പീഡിൽ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളൊരു കുപ്പി ഇവിടെ കാണിച്ചു കൊടുക്കും. കുപ്പിക്ക് ചെറിയ ഹോളിട്ടുണ്ടാവും, അവർക്ക് പുറത്ത് പോകാൻ പറ്റാണ്ടിരിക്കുക. എന്നിട്ട് ആ കുപ്പിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിറയും. എന്നിട്ട് കുപ്പി അടച്ചിട്ട് അവിടെ വയ്ക്കും. അല്ലെങ്കിൽ അവർ ചാവും. നമ്മുടെ കടിച്ചിട്ടേയിരിക്കും, വെറുതെ കടിച്ചിട്ടിരിക്കും. ഇവിടെയൊക്കെ അത് മരിച്ചു പോവില്ലേ? ഏത് അതിന് വരാണ്ടിരിക്കാൻ നമ്മൾ നനഞ്ഞ മുണ്ട് നമ്മുടെ മേലിൽ ഇതുവരെ കെട്ടും. നനഞ്ഞ മുണ്ട് ഇട്ടിട്ട് കെട്ടും. പിന്നെ ഈ കുപ്പിയിലാക്കിയിട്ട് ആദ്യമുള്ളവരൊക്കെ വരും. പിന്നെ വളരെ ചെറിയ ആൾക്കാരെയാണ് നമ്മളെ ഇതിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നമ്മളിതുകൊണ്ട് പൊട്ടാൽ എല്ലാവരും കടിക്കും. ഇതിലും പൂമ്പടിക്കാരെയൊക്കെ കാണാൻ വളരെ ശ്രദ്ധ ഇതാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ തേനെടുക്കുമ്പോൾ അവർ തേന് ഇവിടെ കൊണ്ടുവച്ചിട്ട് പൂമ്പൊടിയും തേനും അത് നമ്മൾ സ്പൂണും കൊണ്ട് എടുത്തിട്ടൊരു പ്ലേറ്റിലാക്കി പ്ലേറ്റ് ഇങ്ങനെ ചരിച്ച് വയ്ക്കും. ദിവസവും അത് പൊട്ടി ഒഴുകി വരുന്നതാണ് നമ്മൾ എടുക്കുള്ളൂ. അത് കൈകൊണ്ട് ഇതിലൊക്കെയും ഏർപ്പുണ്ടാവും, തുടരുതെന്നാണ് പറയുക. കാരണം ഇല്ല, അത്രയും ഇതുള്ളതല്ലേ, മെഡിസിൻ ഉള്ള കാരണം നമ്മൾ ഒരിക്കലും അത് കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇത് നമ്മുടെ ചുറ്റുപുറത്തായിരുന്നു ഈ തേൻ വെച്ചിരുന്നത്. പക്ഷേ ഈ അവിടെ അങ്ങനെ ഈ പണി നടക്കിയ കാരണം എല്ലാവരും ഈടാക്കിയതാണ്. അപ്പോൾ അവർ കുറച്ചും കൂടി ഇപ്പോൾ തേന് കുറവാണ്. അവർക്ക് ശരിക്കും അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് വെച്ചാലാണ് ഓരോ കൂട്ടിലും തേന് നിറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തുറന്നാൽ അവർ കടിക്കും, അങ്ങനെ ഒരു വാല് പോലെ വയ്ക്കും. ഇതിലൊക്കെയാണ് അവർ വയ്ക്കുക. പിന്നെ ചിലപ്പോൾ പിരിഞ്ഞു പോണവർ ചിലപ്പോൾ ഇങ്ങനത്തെ ഹോളിൽ വന്ന് കയറും. അതിന് ഇടയ്ക്കൊന്ന് വെറുതെ വെച്ചെടുക്കുകയാണ്. ബാക്കിയുള്ളതിലെല്ലാം ഇതിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് തേനെടുക്കുന്ന പ്രോസസ്സ്, തേനെടുക്കണത് ഇപ്പോൾ അത് തേനെടുക്കണത് മാർച്ച് ഏപ്രിലായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊന്നും ഉണ്ടാവില്ല? അതിൻ്റെ ഇടയ്ക്കില്ല, തേന് നിറയണ്ടേ, അവർ കൊടുന്ന തേന് നിറയ്ക്കണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തേനീച്ചകളെ സ്നേഹിക്കുന്ന ഉണ്ണിയേട്ടൻ്റെ വിശേഷം.
chronic illness. Pancreatic enzyme deficiency. Yes, there you go. You're such a sweet girl. You're a sweet girl. Yes, you are. ശേഖര മേനോൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പത്നി മാഡം ട്രീവ, ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഏകദേശം 40 കൊല്ലത്തോളമായി സർ അമേരിക്കയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അദ്ദേഹം സുന്ദരിയായ നമ്മുടെ മാഡത്തിനെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് തുടരുന്നത് കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്, എന്താണ് തേനീച്ചയിൽ അദ്ദേഹം കണ്ട പ്രത്യേകത എന്നത് നമുക്ക് ചോദിച്ചറിയാം. സ്വദേശം ഒറ്റപ്പാലം തന്നെയാണോ? കോങ്ങാട് ചെറായ പറയും. അപ്പോൾ അവിടെ അമേരിക്കയിൽ എന്താ ചെയ്യണ്ടായിരുന്നു? എഞ്ചിനീയറിംഗിലായിരുന്നു ഞാൻ. ഇവിടെ CA ആണ്. അപ്പോൾ ഞങ്ങൾ റിട്ടയറായിട്ട് നാട്ടിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അമേരിക്കയിലത്തെ ജീവിതം മടുത്തു. അവിടെയും ഞങ്ങളൊരു കാട്ടിലായിരുന്നു. പക്ഷെ നാട്ടിലത്തെ ജീവിതവും അമേരിക്കയിലത്തെ ജീവിതവും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. We've visited Kerala quite often, and we love it. It's very nice. Okay. Which was your first visit to Kerala after marriage? 1994. 1994. That time you loved Kerala? No, the first time I did not. Why? It was just so shocking. Yeah. So many people, so hot. We brought all 4 kids with us. It was a lot. Okay. But every time after that, I started feeling better and ended up loving it. I started to loving it. Yeah. സർ, അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എത്ര കൊല്ലമായി വന്നിട്ട്? ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ട് 7 കൊല്ലം. 7 years. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃഷി കാര്യങ്ങൾ, തേനീച്ച, ഇതൊക്കെ ആയിട്ട് എന്താണ് ഈ ഒരു തേനീച്ചയോട് ഇത്ര ഒരു സ്നേഹം തോന്നാൻ കാരണം? പാലനേഷൻ. തേനീച്ച ഇല്ലെങ്കിൽ 4 കൊല്ലാണ് മാക്സിമം ലൈഫ് ഉണ്ടാവും ഹ്യൂമൻ്റെ. അത് UN-ന്റെ സ്റ്റാറ്റിസ്റ്റിക്സാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഇപ്പോൾ ഞങ്ങൾ USA-ൽ തന്നെ എല്ലാ പ്രോഡക്ട്സും, നിറയെ പ്രോഡക്ട്സും ഞങ്ങൾക്ക് മെക്സിക്കോന്നും കാനഡയിൽ കറീബിയൻ ഐലൻഡിൽ നിന്നാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാലിനേഷൻ കമ്മിയായി US-ൽ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഇവിടെ വന്നപ്പോൾ അറിയാം തേനീച്ചയുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഞാൻ തേനീച്ച വളർത്താനും പഠിക്കാനും ഉണ്ണി സാറേമാരെയുള്ള ആൾക്കാരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാം. തേനിന് വേണ്ടിയിട്ടല്ല തേനീച്ച വളർത്തുന്നത്. അതെ, തേന് എനിക്ക് അവരുണ്ടാക്കിയ തേന് എനിക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഇവോൾവ് ആയി. ഞാൻ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അവരുടെ തേന് എടുക്കുമ്പോൾ അവരുടെ തേന് ഞാൻ കക്കുകയാണ്. അത് ഞാൻ പ്രിൻസിപ്പിളായിട്ട് ഞാൻ വേണ്ട വച്ചു. എനിക്ക് തേന് വേണ്ട, അവർ പാലിനേഷൻ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തേനീച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വെച്ചിട്ടുണ്ട്. Usually we have more flowers. We're just starting over after the rain. So probably in a month that'll be covered with flowers. Yes. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞു മാഡം. യെസ്, ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ? ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അധികം വരുന്നത് രവീന്ദ്രൻ പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്. മൂപ്പരുടെ കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് അധികം വന്ന് താമസിക്കുക. പിന്നെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പൂരത്തിനൊക്കെ ആൾക്കാർ വരും. Coconut Crazy Homestay. We're crazy about coconuts. ഇനി തിരിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങോട്ട് US-ലേക്ക്? പോയിട്ട് 2 മാസം ഇരിക്കും അവിടെ മാക്സിമം. 2 മാസം മാക്സിമം ഇരിക്കും. 6 ആഴ്ച തിരിച്ച് മിസ് ചെയ്യും. എപ്പോഴും 1 മാസം കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ട് വരണം. 1 മാസം ഉണ്ടോ? 1 മാസം. America's a mess right now. Now you are not ready to leave Kerala. No. Nope. ഇപ്പോൾ കഴിഞ്ഞ മാസം പത്രക്കാർ വന്നു, ഏഷ്യാനെറ്റിന്റെ ന്യൂസ് നിന്ന് ആൾക്കാർ വന്നു. എന്താണ് അവർ ചോദിച്ചതുണ്ടായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോവാത്തതെന്ന്? അതെ, അപ്പോൾ ഇവളുടെ
അഭിപ്രായം ലോകത്തിൽ കൊറോണ ഇല്ലാത്ത സ്ഥലമില്ല. പക്ഷേ കേരള ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീരിയസ് ആണ്. മാസ്ക് മാൻഡറ്ററി ആണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അമേരിക്കയിൽ അവർക്ക് മാസ്ക് ഇല്ല, സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇരിക്കണേ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ റീസണിങ് അതാ. ഞാൻ വേണമെങ്കിൽ പോവാന്നുണ്ട്, ഇവിടെ വേണ്ടാവാ. lot more safer. കൂടുതൽ എന്താ പറയാ കോഷ്യസ് ആണ്. Yes, absolutely. Yes. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. അതെ അബ്സല്യൂട്ട്ലി. അല്ല, ഞങ്ങൾ ഓർഗാനിക് വെജിറ്റബിൾ ഗ്രോവേഴ്സ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ ഉണ്ടാക്കണത് ഞങ്ങൾ വിൽക്കാനൊന്നുമല്ല. ഞങ്ങളുടെ അയലക്കാർ അവർക്കും ഞങ്ങൾക്കും കൂടി ഉള്ളതാണ്. അല്ലാണ്ട് ഞങ്ങൾ ഒരു പച്ചക്കറി വെക്കില്ല. നാളികേരം മാത്രം വെക്കും. എന്തൊക്കെ ഉണ്ട് ഇവിടെ? Brinjal, വഴുതനങ്ങ, takali, moringa, മുരിങ്ങ, vindica, വെണ്ടക്ക, capsicum, kovaka, lots of kovaka, coconuts, അപ്പൊ ഇതിനൊക്കെ papaya. സഹായിക്കാൻ ആരാണ് ചെയ്ത് പണി ചെയ്യാനൊക്കെ? ഞങ്ങൾക്ക് വെള്ളം നനയ്ക്കാൻ 1 മണിക്കൂർ ഒരു മാനേജറുണ്ട്, ആൾ വരും. കളയ്ക്കാനൊക്കെ ഒരാൾ വരും, ആൾ വരും. മറ്റതൊക്കെ ഞാനും ഇപ്പോൾ തന്നെ മെയിൻ ഞങ്ങളുടെ ലൈഫ് ഇതാണ്. ഓർഗാനിക് ഫാമിങ്, തേനീച്ച, പിന്നെ ഹോം സ്റ്റേ. അപ്പോൾ വിദേശത്തുനിന്ന് വന്ന് നമ്മുടെ നാടിൻ്റെ പച്ചപ്പും absolutely ആ ഒരു എന്താ പറയുക ശുദ്ധമായ വായു, അതെ, ഗുഡ് എയർ ഉണ്ട്, നല്ല ഓക്സിജൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ സോ നൗ റിയലി പ്രൗഡ് ആസ് എ മലയാളി. യെസ്, അബ്സല്യൂട്ട്ലി. അല്ല, ഗാഡ്സ് ഓൺ കൺട്രി പറയണത് ഇറ്റ്സ് ട്രൂ. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ തേനീച്ചകളെ സ്നേഹിക്കുന്ന ഈ കൂട്ടർ, ഈ ഒരു ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മുടെ ഉണ്ണിയേട്ടൻ, ശേഖരൻ സർ, വൈഫ് ട്രീബ മാഡം. താങ്ക് യു മാഡം. ഞങ്ങളുടെ കേരളത്തിന് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു ഫോർ ലവിങ് അവർ കേരള. പിന്നെ നിങ്ങളോട് വെച്ചാൽ നമ്മളറിയുന്നില്ല, ഈ തേനീച്ചകൾ ചെയ്യുന്ന ഒരു ധർമ്മം നമ്മളാരും അറിയുന്നില്ല. അവരെത്രയും വേദന സഹിച്ച് ഒട്ടും മടി കൂടാതെ നമുക്കൊക്കെ ജീവിതത്തിൻ്റെ മധുരം പകർന്നു തരികയാണ്. അവർ ചെയ്യുന്നൊരു ധർമ്മം, ഭൂമിയെ നിലനിർത്താൻ അവർ ചെയ്യുന്നൊരു ധർമ്മം നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അതിനുവേണ്ടി ഒട്ടും ലാഭേച്ഛ കൂടാതെ ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.